ഒരു പ്രബോധനം നമ്മൾ കേൾപ്പാൻ ഇടയായിത്തീർന്നു. ദൈവസഭയുള്ള ബന്ധത്തിൽ ദൈവം ഈ സഭയെ പണിയുവാനായിട്ട് ഉദ്ദേശമുണ്ട്. ആ പണിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി, അതിൻ്റെതായ കെട്ടുപണിയെ കുറിച്ച് സഹോദരൻ നമ്മളോട് പറയാൻ ഇടയായിത്തീർന്നു. ഇതെനിക്ക് തന്ന സന്ദേശവുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതം എങ്ങനെയുള്ളതാണ്, ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് നാം ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതെന്നുള്ള ഒരു കൊച്ചു സന്ദേശത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ തിരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായിട്ട് പല വചനങ്ങൾ നാം വായിക്കുന്നത് പോലെ റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തീയ ജീവിതം എങ്ങനെയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം? ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ക്രിസ്തീയ ജീവിതം അതൊരു സമ്പൂർണമായ സമർപ്പണത്തിന്റെ ജീവിതമാണ്. സമർപ്പണമില്ലെങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. നമുക്കറിയാം, ഈ ലോകത്തിലെ ആളുകൾ, മറ്റേ മതസ്ഥരായ ആളുകൾ, അവരെങ്ങനെയും ജീവിച്ച് അവർ മുന്നോട്ട് പോകുന്നവരാ. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇത് കർത്താവിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ്. ഇതിനകത്ത് മായം ചേർക്കുവാനായിട്ട് നമുക്ക് യാതൊരു പരിപാടിയും പറ്റത്തില്ല. അതുകൊണ്ട് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമസഭയ്ക്ക് അത് എഴുതുമ്പോൾ അവർ പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. ദൈവത്തിന് പ്രസാദമുള്ള യാഗം നമുക്കറിയാം. പഴയ ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ യാഗം കഴിക്കാൻ പോയ കയ്യനെ ഹാബലിനെ നമുക്കറിയാം. ആവശ്യത്തെ കുറിച്ച് നാം അധികം ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ കയ്യൻ ദൈവത്തിന് പ്രസാദമായ യാഗം അർപ്പിച്ചു. ഹാബലിന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടായില്ല. നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മൾ പ്രസാദിക്കണം. നാം ഇവിടെ വന്നതുകൊണ്ടോ, നാം പാട്ട് പാടിയതുകൊണ്ടോ, കൈയടിച്ചതുകൊണ്ടോ ആയില്ല. ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തി, ഓക്കെ, ഞാൻ കർത്താവിൽ ചിലത് പ്രാപിച്ചു, ദൈവനിൽ പ്രസാദിച്ചു എന്ന സംതൃപ്തിയോടെ മടങ്ങിപ്പോയാൽ ആ ആരാധനയ്ക്കൊരു അർത്ഥമുണ്ട്. ഇല്ലെങ്കിൽ നാം വന്നു ആരാധിച്ചു കടന്നുപോയി, നമ്മുടെ സഹോദരങ്ങളെ കണ്ടു വിശേഷം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചത്തെ വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ മടങ്ങിപ്പോയി എന്നല്ലാതെ ഒരു ആത്മസംതൃപ്തി നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം ദാസന് പറയാനിടയായിട്ടുണ്ട്, എങ്ങനെയാ ഒരു യാഗം അർപ്പിക്കുന്നത്. പഴയ നിയമകാലത്ത് യാഗം അർപ്പിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പല യാഗമൃഗങ്ങൾ കൊണ്ട് അവർ വരാറുണ്ട്. ഈ യാഗമൃഗങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ അതിന് മേൽത്തരമായ അവരുടെ കഴിവനുസരിച്ച്, അവരുടെ പ്രാപ്തി അനുസരിച്ച് മേൽത്തരമായ മൃഗങ്ങളെ കൊണ്ട് കടന്നു വരാറുണ്ട്. ഞങ്ങൾ 3 പേരും ദൈവസന്നിധിയിലെ യാഗം അർപ്പിക്കാൻ കടന്നു പോയിരിക്കട്ടെ. ഞാൻ ഇത്തിരി വണ്ണമൊക്കെയുള്ള ഒരു മൃഗത്തെ കൊണ്ടാണ് ഞാൻ യാഗം അർപ്പിക്കാൻ പോയത്. ഫിലിൽ ബ്രദർ ഇത്തിരി ഭംഗിയുള്ള ഒരു മൃഗത്തെ കൊണ്ടാണ് യാഗം അർപ്പിക്കാൻ പോയത്. ഷാജി ബ്രദർ കുറച്ചുകൂടി മെച്ചമായ ഒരു മൃഗത്തെ കൊണ്ടാണ് യാഗം അർപ്പിക്കാൻ പോയത്. ഞങ്ങൾ 3 പേരും മാറി ഞങ്ങൾ മൃഗത്തെ നോക്കും. ഞാൻ ദൈവത്തിന് വേണ്ടി കൊണ്ടുവന്ന സാധനം എങ്ങനെയുണ്ട് നോക്ക്, മറ്റുള്ളവരെല്ലാം കാണട്ടെ, പുരോഹിതൻ കാണട്ടെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊണ്ടുവന്നത് എങ്ങനെയുണ്ടെന്ന്. ഒരുപക്ഷെ ഞാൻ കൊണ്ടുവന്ന മൃഗത്തിന്റെ അതിന്റെ തൊക്കുകൾക്ക് ഒരുപക്ഷെ പുള്ളിയുള്ളതായിരിക്കാം, ഭംഗിയുള്ളതായിരിക്കാം. മറ്റു സഹോദരൻ കൊണ്ടുവന്ന് അതിന്റെ തലയാട്ടുമ്പോൾ അതിൻ്റെതായ പ്രത്യേക ഭംഗി കണ്ടേക്കാം. മറ്റു സഹോദരങ്ങളുടെ വാലിനൊക്കെ ഭംഗി കണ്ടേക്കാം, നഖത്തിന് അതിന്റെയൊക്കെ ഭംഗി കണ്ടേക്കാം. എന്നാൽ ഞങ്ങൾ 3 പേരും കൊണ്ടുവന്നതിനായി പ്രത്യേകമായ ഭംഗിയുണ്ട്. ഞങ്ങൾ ദിവസത്തിൽ നിന്ന് അഹങ്കാരത്തോടെ പറയാം, അതിലും മെച്ചമായതാ ഞാൻ കൊണ്ടുവന്നത്, അതിലും മെച്ചമായതാ ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവം പ്രസാദിക്കത്തില്ല. പക്ഷേ യാഗം അർപ്പിക്കാൻ പോകുന്ന യാഗം അർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മള് പഴയ നിയമകാലത്ത് പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ഈ യാഗമൃഗത്തിന്റെ തൊലി ഒലിച്ച് ഇതിനെ കഷ്ണമായിട്ട് മുറിച്ചാണ് യാഗശാലയിലേക്ക് കയറ്റുന്നത്. നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര ഭംഗിയുള്ളത് എന്നൊക്കെ നമ്മൾ അഹങ്കാരത്തോടെ കൊണ്ടുവന്നാലും ഇത് യാഗപീഠത്തിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ എല്ലാ ഷേപ്പ് ഒരുപോലെയാ. ഇന്ന് പകലിൽ നാം ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസോ, നമ്മുടെ ജോലിയോ, നാം അണിഞ്ഞു വന്നിരിക്കുന്നോ വസ്ത്രങ്ങളോ, നമ്മുടെ പേഴ്സണാലിറ്റി ഒന്നും അല്ല ദൈവസന്നിധി മുൻപിൽ നിർത്തേണ്ടത്. നാമെല്ലാം യാഗവസ്തുവായി ദൈവസന്നിധിയിൽ യാഗപീഠത്തിലേക്ക് വയ്ക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം നമ്മളിലേക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം സമന്മാരായി നമ്മുടെ രൂപത്തിനോ, നമ്മുടെ ഭാവത്തിനോ, നമ്മുടെ പേഴ്സിന്റെ കരത്തിനോ, നമ്മുടെ ജോലിയുടെ സ്റ്റാറ്റസിനോ ഒന്നും യാതൊരു പുകഴ്ചയും വെക്കാതെ വണ്ണം ദൈവസന്നിധി സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുവാനായിട്ട് കഴിയായിത്തീരും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവുമുള്ള പൂർണ്ണതയുമുള്ള
ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ആത്മീയമായ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപാന്തരം നമുക്ക് ആവശ്യമാണ്. നമ്മളെ വിളിച്ചിറക്കിയ ഒരവസ്ഥ നമുക്കുണ്ട്. അന്ന് നാം രൂപാന്തരപ്പെട്ടതാണ്, അന്ന് നമ്മൾ മാനസാന്തരപ്പെട്ടതാണ്. എന്നാൽ ക്രിസ്ത്യ ജീവിതം ദിനംതോറുമുള്ള മാനസാന്തരം നമ്മുടെ ജീവിതത്തിനകത്ത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സമ്പൂർണമായ ഒരു സമർപ്പണത്തിന്റെ ജീവിതമാണ്. എങ്ങനെയെങ്കിലും ഓട്ടം ഓടി നമുക്ക് തീർപ്പാനായിട്ട് കഴിയത്തില്ല. ഈ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് ഒരു സ്പോർട്സ്മാനുമായിട്ട് എബ്രായ ലേഖനത്തിൽ നമുക്ക് താതാത്മ്യപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. ഒരു സ്പോർട്സ്മാനെ നോക്കിക്കേ, അവനൊരുത്തർ ഓട്ടക്കളത്തിൽ നിൽക്കുക. അവൻ എങ്ങനെയെങ്കിലും അല്ല ഒരു സുപ്രഭാതത്തിൽ അവന് എങ്ങനെയെങ്കിലും പോയി അവിടെ ഓട്ടക്കളത്തിൽ പോയി ട്രാക്കിൽ പോയി നിൽക്കുകയല്ല. അവന് പ്രോപ്പറായ ട്രെയിനിങ് ഉണ്ട്, ട്രെയിനിങ് കൊടുക്കാനായിട്ട് ട്രെയിനർ ഉണ്ട്, അവന്റെ ഭക്ഷണ കാര്യങ്ങൾ അവർ ക്രമീകരിക്കാറുണ്ട്. നാം കഴിക്കുന്നത് പോലെ ചോറും സാമ്പാറും മോരും വലിച്ചുവാരി കഴിച്ച് അവൻ ഓട്ടക്കളത്തിൽ പോയി നിൽക്കത്തില്ല. അങ്ങനെ പോയി നിന്നാൽ അവനൊരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയത്തില്ല. അവന്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, അവന്റെ ശരീര പ്രകൃതിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ അവന് ഓടുവാൻ കൂടുതൽ ബലം കിട്ടേണ്ടതായിട്ട് കൂടുതൽ കലോറി ഉള്ളതും കൂടുതൽ കാര്യങ്ങളുള്ളതുമായ ഭക്ഷണ ക്രമീകരണം, ഡയറ്റ് അവന് കൊടുക്കുന്നത് കാണുവാനായി സാധിക്കും. അങ്ങനെ ഭക്ഷണ കാര്യങ്ങൾ തന്നെ ഒരു ക്രമീകരണം നമുക്ക് കാണുവാനായി സാധിക്കും. ഈ സ്പോർട്സിന് വേണ്ടി നിൽക്കുന്ന പലരെ നോക്കിക്ക്, ഓട്ടക്കളത്തിൽ നിൽക്കുന്നവരെ പോലെ അല്ല ഈ ജാവലിൻ ത്രോ എറിയുവാനായിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ത്രോ എറിയുവാൻ നിൽക്കുന്നവരെ. അവന് ശരീരത്തിന് അല്പം പുഷ്ടി ആവശ്യമാണ്, അവന്റെ ശരീരത്തിന് അല്പം ബലം ആവശ്യമാണ്. എങ്കിലേ എറിയുന്ന സാധനം അങ്ങ് അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുള്ളൂ. എന്നാൽ പൊണ്ണത്തടിയന്മാരായ ഒരുത്തൻ ഈ ട്രാക്കിൽ നിന്ന് കഴിഞ്ഞാൽ അവനൊരിക്കലും 100 മീറ്ററിന്റെ ഓട്ടം ഓടി അവന് മാരത്തൺ ഓടി അവന് വിജയിപ്പാനായിട്ട് കഴിയത്തില്ല, ഓട്ടം ഓടി അവന് വിജയിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അവന്റെ ഈ ഓട്ടക്കളത്തിൽ നിൽക്കുന്നവൻ അതിൻ്റെതായ ഡയറ്റും, മറ്റേ സ്പോർട്സിൽ നിൽക്കുന്നവൻ അതിൻ്റെതായ ഡയറ്റും അവന് പ്രത്യേകമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഓട്ടക്കളത്തിൽ, വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ നിൽക്കുന്ന എനിക്കും നിനക്കും പ്രത്യേകമായ ജീവിതത്തിൻ്റെതായ പ്രത്യേക ജീവിത ശൈലി നമുക്കുണ്ടായിരിക്കണം. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുന്നേറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓട്ടക്കളത്തിൽ വിജയം കരസ്ഥമാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് ഈ ഓട്ടക്കളത്തിൽ നിൽക്കുന്ന ഒരുവന്റെ വസ്ത്രധാരണ രീതി ഒന്ന് നോക്കിക്കേ. ഒരു പുരുഷനാ നിൽക്കുന്നെങ്കിൽ അവൻ മുണ്ടോ ട്രൗസറോ മുണ്ടോ പാന്റോ ഷർട്ടോ ഇൻസൈഡ് ചെയ്തല്ല അവനോട് നിൽക്കുന്നത്. അവന് ശരീരത്തിൻ്റെതായ ഫിറ്റായ ഒരു ഡ്രസ് ഇട്ട്, അതിൻ്റെതായ പക്കതായ ഷൂസ് ഇട്ട് ഒക്കെ അവൻ അവിടെ നിൽക്കുന്നത്. നോക്കിക്കേ, പാറിപ്പറഞ്ഞ മുടിയൊന്നും അല്ല അവൻ്റെത്. അവനത് വെട്ടി ഒതുക്കി കഴിയുമെങ്കിൽ അവനത് മൊട്ടയടിച്ച് കാറ്റിന്റെ ശരവേഗത്തിൽ പിന്നിലോട്ട് താണ്ടി മുന്നേറുവാനുള്ള അവന്റെ ശരീരത്തിൻ്റെതായ പ്രത്യേകമായ ക്രമീകരണം അവൻ വരുത്തി, പ്രത്യേക ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് അവൻ ഓട്ടക്കളത്തിൽ നിൽക്കുന്നത് കാണുവാനായി സാധിക്കും. ഒരു സഹോദരി ഓട്ടക്കളത്തിൽ നിൽക്കുന്നത് ചുരിദാറോ സാരി ഇട്ടോ ഒന്നുമല്ല അവൾ ഓട്ടക്കളത്തിൽ നിൽക്കുന്നത്. അതിൻ്റെതായ വസ്ത്രങ്ങൾ ആ ഒരു സ്ത്രീക്കും അവനത് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഓട്ടക്കളത്തിൽ നമ്മായിരിക്കുമ്പോൾ നമ്മുടേതായ ജീവിത ശൈലിക്ക് പ്രത്യേകമായ നമുക്ക് ക്രമീകരിച്ച് ഓട്ടക്കളത്തിൽ നമുക്ക് നിൽക്കുവാനായി സാധിക്കത്തുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഓട്ടക്കളത്തിൽ നിൽക്കുന്നത്? അത് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായ യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. നാം ദൈവസ്ഥലത്തിൽ യാഗം അർപ്പിക്കുമ്പോൾ നാം എങ്ങനെയെങ്കിലും യാഗം അർപ്പിച്ച് മടങ്ങിപ്പോകുക എന്നുള്ളതല്ല. നമ്മുടെ യാഗത്തിൽ ദൈവത്തിന് ഒരു പ്രസാദം ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നാം ഇവിടെ സമയങ്ങൾ ചെലവഴിക്കുന്നത് വെറുതെ വൃഥാവാകുന്നേ ഉള്ളൂ. ആ സമയത്ത് എക്സ്ട്രാ ഡ്യൂട്ടിക്ക് പോയാൽ അത്രയും പൗണ്ട് നമ്മുടെ പോക്കറ്റിൽ കിടക്കും. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയങ്ങള് അത് വൃഥാവാക്കാതെ അർത്ഥവത്തായ രീതിയിൽ ദൈവത്തിന്റെ സന്നിധി നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു പ്രസാദം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ മുന്നോട്ട് ഓടിപ്പോകട്ടെ. ഈ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ക്രിസ്തീയ ജീവിതം സമ്പൂർണമായ സമർപ്പണത്തിന്റെ ജീവിതമാണ്. സമർപ്പണമില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ ഇപ്പോഴും പറയാറുണ്ട്, ക്രിസ്തീയ ജീവിതം പാവ് ചേർത്ത കഷായത്തിന് തുല്യമാണ്. ഈ കഷായം കഴിക്കുന്നവരെ സംബന്ധിച്ച് അറിയാം, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കഷായം നമ്മളെ കുറിച്ച് തന്നു കഴിഞ്ഞാൽ അവർ ചില കാര്യങ്ങൾ പറയും. മീൻ പറ്റത്തില്ല, തൈര് പറ്റത്തില്ല, ചിലതിന് ഉപ്പ് പറ്റത്തില്ല, പലതിനും പല സാധനങ്ങളും കഴിക്കാനായിട്ട് പറ്റത്തില്ല. ഇതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നാം ഈ കഷായം കഴിക്കുന്ന സമയത്ത് നാം ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ആള് തട്ടിപ്പോകാനായിട്ട് ഇടയായിത്തീരും. ഇതിന്റെ സൈഡ് എഫക്ട് വേറെയാ. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി ദൈവം വിളിച്ചിറക്കിയ നാം ഓരോരുത്തരും ഈ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നാം നിൽക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ വർജിക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം വർജിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഞാന് വലിയ എന്റെ കാര്യങ്ങളൊന്നും കളയുവാനായിട്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും ദൈവസ്ഥനെ നിൽപ്പാനായിട്ട് കഴിയത്തില്ല. ദൈവഹിതം നമ്മൾ വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രസാദിക്കുവാൻ, നമ്മുടെ ജീവിതം ഐശ്വര്യസമ്പൂർണ്ണമായി തീരുവാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്കൊരു സമ്പൂർണ്ണമായ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. അത് ദൈവഹിതം എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞു വേണം നാം മുന്നേറുവാൻ. എങ്ങനെയെങ്കിലും നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയത്തില്ല. ദൈവം നമ്മളെ ഈ രാജ്യത്താക്കിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പർപ്പസ് ഉണ്ട്. ദൈവത്തിന്റെ ഹിതം നാം മനസ്സിലാക്കി മുന്നേറണം.
നമ്മുടെ ഹൃദയത്തിനനുസരിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. ദൈവത്തിന്റെ പ്രവാചകനായ യോനോട് ഒരിക്കൽ പറഞ്ഞു, നീ നിനവയ്ക്കെതിരെ പോയി പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ യോന തന്റെ സ്വന്തം ബുദ്ധിയില് തർശീസിലേക്കുള്ള കപ്പൽ കയറുവാനായിട്ട് ഞാൻ തീർന്നു. നോക്കിക്കേ, അവൻ പ്രവാചകനാ. ഒരുപക്ഷെ ദൈവം പ്രാർത്ഥിച്ച അവന്റെ പ്രാർത്ഥനയൊക്കെ പക്ഷെ കേട്ടെന്ന് വന്നേക്കാം. പക്ഷെ തമ്പുരാൻ അവനെ വിട്ടില്ല. അവനെ വളച്ച അവനെ നിർത്തുവാനിടയായി തീർന്നു. 3 ദൂരം യാത്ര ചെയ്തു. ഇത്രയും പൈസ മുടക്കി അവൻ കപ്പൽ കയറി പോയതല്ല എന്ന് ദൈവം വിചാരിച്ചില്ല. നീ തിരിച്ചു വന്ന് നീ നിലവയ്ക്കെതിരെ തന്നെ പ്രസംഗിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവഹിതം നിലവയ്ക്കെതിരെ പ്രസംഗിക്കാനാ യോനയെ പറ്റിയുള്ള ആ പ്രാവശ്യത്തെ മിഷണറി യാത്രയുടെ ദൗത്യം അതാണെന്നെങ്കിൽ ദൈവം അവനെ കൊണ്ടത് ചെയ്യിക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതം സമ്പൂർണമായ സമർപ്പണത്തിന്റെ ജീവിതമാണ്. രണ്ടാമത്തെ ക്രിസ്തീയ ജീവിതം സമ്പൂർണമായ ആശ്രയത്തിന്റെ ജീവിതമാണ്. മറ്റുള്ള നമുക്ക് ആശ്രയിക്കാൻ കഴിയത്തില്ല. ദൈവത്തിലാണ് നമുക്ക് ആശ്രയം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. സദൃശ്യവാക്യം 3-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യം വായിക്കാം. ക്രിസ്തീയ ജീവിതം സമ്പൂർണമായ സമർപ്പണത്തിന്റെ ജീവിതമാണ്, ആശ്രയത്തിന്റെ ജീവിതമാണ്. 3-ാം അധ്യായം 5-ാം വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നോക്കിക്കേ, ഈ ക്രിസ്തീയ ജീവിതം സമ്പൂർണമായ സമർപ്പണത്തിന്റെ ജീവിതമാണ്. നിന്റെ എല്ലാ വഴിയിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തെ സേവിച്ചിറങ്ങിയിട്ട് സ്വന്തം വിവേകത്തിൽ ഊന്നാതെ, സ്വന്തം ബുദ്ധിയിൽ ഊന്നാതെ, നമ്മുടെ ബുദ്ധി പറയുന്നത് നാം കേൾക്കാതെ ദൈവം എന്നാ പറയുന്നതെന്ന് കേൾപ്പാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ വഴികളെല്ലാം സഫലീകരിപ്പാനിടയായി തീരും. ഈ ദൈവം നമ്മളോട് പറഞ്ഞു തരുന്ന വഴിയിലൂടെ പോയാൽ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം ഇതുവരെ സംഭവിച്ചിട്ടില്ല, കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. എന്നാൽ ദൈവം നാം പോകേണ്ട, നാം ആയിരിക്കേണ്ട ചില പാതകളുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ച് പോയി കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഒരിക്കലും അവൻ വിടുന്ന ഒരു കർത്താവല്ല, അവൻ നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാനിടയായി. യശയ്യാപ്രവചനം 26-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. യശയ്യാപ്രവചനം 26-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കും. സമ്പൂർണമായ ആശ്രയത്തിന്റെ ഒരു ജീവിതമായി ക്രിസ്തീയ ജീവിതം. ഈ യാഹാം ശാശ്വതമായ ഈ പാറയിൽ നാം ആശ്രയിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി സകലവും നടത്തി തരുന്ന കർത്താവാണ്. പലപ്പോഴും സ്വന്തം വിവേകത്തിൽ ഊന്നിയ അനേകരെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണുവാനായി സാധിക്കും. ശൗലിനോടുള്ള ബന്ധത്തില് ശമൂവേൽ യുദ്ധത്തിന് അമാലേക്യരുമായുള്ള യുദ്ധത്തിന് പോകുന്ന സമയത്ത് ശൗലിനോട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നീ അവിടെ നിന്ന് ഒന്നും കൊണ്ടുവരരുത് എന്ന് ശമൂവേലിനെ പറഞ്ഞയച്ചാണ് അമാലേക്യരുമായുള്ള യുദ്ധത്തില് ശമൂവേൽ പറഞ്ഞയക്കുന്നത്. എന്നാൽ അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് അവിടെയുള്ള തടിച്ച മാടുകളെയൊക്കെ കണ്ടപ്പോ ശമൂവേലിന് ഒരു ചിന്ത തോന്നി, ഇതിനെല്ലാം രാജ്യത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് ദൈവത്തിന് വേണ്ടി യാഗം അർപ്പിക്കാം. ശമൂവേൽ അവിടെ സ്വന്തം വിവേകത്തിൽ ഊന്നുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കിക്കേ, ശമൂവേൽ ചിന്തിച്ചു, ഇത് ദൈവത്തിന് വേണ്ടി കൊടുക്കാം. ശമൂവേലിന്റെ ഉദ്ദേശശുദ്ധിക്കകത്ത് തെറ്റൊന്നുമില്ല. ശമൂവേൽ വിചാരിച്ചു, ഇത്രയും നല്ല മാടിനെയൊക്കെ ഞാൻ എന്തിനാ ഇവിടെ കൊന്നു കളയുന്നത്, എന്തിനാ ഇതിനെ വെറുതെ ഇവിടെ ഇട്ടേച്ചു പോകുന്നത്, കൊന്നു കളയുന്നത് എന്തിനാ എന്ന് ശമൂവേൽ ചിന്തിച്ചു. ഇതിനെല്ലാം എന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോയേക്കാം, അവിടെ യാഗം അർപ്പിക്കേണ്ട സമയത്ത് യാഗം അർപ്പിക്കാമെന്ന് ശമൂവേൽ ചിന്തിച്ചു. എന്നാൽ അതിന്റെ പരിണിത ഫലം നമുക്കറിയാം. ദൈവത്തിന് ശമൂവേലിനെ കുറിച്ച് മനസ്താപം ഉണ്ടായിട്ട് അവന്റെ രാജ്യത്വം നീക്കുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കിക്കേ, സ്വന്തം വിവേകത്തിൽ ഊന്നിയ ശമൂവേലിന്റെ രാജ്യസ്ഥാനത്ത് നിന്ന് അവനെ നീക്കി ദാവീദിന്റെ രാജ്യസ്ഥാനത്ത് കൊണ്ടുവന്ന ആ ദൈവത്തെയാണ് നാം ഓരോരുത്തരും സേവിക്കുന്നത്. നാം ഓരോരുത്തരും സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ക്രിസ്തീയ ജീവിതത്തിലാണ് നാം ആയിരിക്കുന്നത്. നാം ദൈവത്തിൽ ആശ്രയിച്ച് സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുമെങ്കിൽ അവൻ നമ്മുടെ പാതകളെ നേരെയാക്കുന്ന കർത്താവാ. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, നമ്മുടെ പാതകൾ വളഞ്ഞ് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ലെന്ന് നാം ചിന്തിക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ മധ്യത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഈ ശാശ്വതമായ പാറയിൽ നാം ആശ്രയിപ്പാൻ, ആ പാറയിൽ നമ്മുടെ കാര്യങ്ങളെ ഊന്നാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ പാതകളെ അവൻ നേരെയാക്കുന്ന കർത്താവാ. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ ക്രിസ്തീയ ജീവിതം അത് പോരാട്ടത്തിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം പട്ടുപത്തിയുടെ ജീവിതമല്ല, അത് പോരാട്ടത്തിന്റെ ജീവിതമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ആരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും. അതെ, ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പോരാട്ടത്തിന്റെ ജീവിതമാണ്. നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ
ക്രിസ്തീയ ജീവിതം സ്വീകരിക്കുന്നതിന് മുമ്പായി, ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പായി നമ്മുടെ ജീവിതം എത്രയോ സ്മൂത്ത് ആയിട്ട് പോയ ജീവിതമാണ്. ഒരു നിന്ദയില്ല, ഒരു പഴിയില്ല, ഒരു ദുഷിയില്ല എന്നൊക്കെ നാം ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയതിനു ശേഷമായിട്ട് ബന്ധുക്കളിൽ നിന്നുള്ള പഴി, ദുഷി, നമ്മളെ അവരുടെ കല്യാണത്തിന് കൊണ്ടുപോകത്തില്ല, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടതയുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോയത്. എന്നാൽ ക്രിസ്തീയ ജീവിതം അത് പോരാട്ടത്തിന്റെ ജീവിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും പട്ടുമെത്തിയുടെ ജീവിതമല്ല. നാം ക്രിസ്തീയ ജീവിതം മാനസികമായ പോരാട്ടങ്ങൾ നമുക്കുള്ളപ്പോൾ തന്നെ എഫെസ്യ ലേഖനത്തിൽ നാം പറയുന്നത് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാലത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഈ ലോകത്തിലെ ബന്ധുബുദ്ധാദികളിൽ നിന്ന്, ശാസ്ത്രക്കാരിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ നമുക്ക് പോരാട്ടമുണ്ട്. പക്ഷേ ആ പോരാട്ടത്തെക്കാൾ ഉപരി ക്രിസ്തീയ ജീവിതത്തിന്റെ പടക്കളത്തിൽ നിൽക്കുന്ന, പോർക്കളത്തിൽ നിൽക്കുന്ന എനിക്കും നിനക്കും പോരാട്ടമുള്ളത് ഈ ജഡരക്തങ്ങളോടല്ല. ഇതിനെല്ലാം മാറ്റം സംഭവിക്കാനായിട്ട് മാറ്റം വരുത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. എന്നാൽ നമ്മുടെ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാലത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാന്തസേനയോടും അത്രേ. ഈ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാനുഷികമായ യാതൊരു പദ്ധതിയും ഇതിനെതിരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. അതെല്ലാം നിഷ്ഫലമായി പോകും. മാനുഷികമായി പോരാട്ടം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ശത്രുവിന്റെ പോരാട്ടം കടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു തോക്കും ഉപയോഗിച്ച് അതിനെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ച് നമുക്ക് അതിനെ നശിപ്പാനായിട്ട് കഴിയുമോ? ഇല്ല. എങ്ങനെയാ ദുഷ്ടാത്മ സേനയോട്, എങ്ങനെയാ ഈ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കാനായിട്ട് കഴിയുന്നത്? ദൈവത്തിന്റെ സർവായുധ മാർഗം, പ്രാർത്ഥനയും ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ആ ബലവും ഉണ്ടെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ പോരാടി നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. ഇല്ല എങ്കിൽ നാം ഈ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഈ പോർക്കളത്തിൽ നാം പട്ടുപോകാനിടയായി തീരും. അനേകർ പട്ടുപോയ ചരിത്രം നമുക്കറിയാം. അനേകർ നമ്മുടെ മുമ്പ് ഇറങ്ങിയ അനേകം വിശുദ്ധന്മാർ ഈ പോർക്കളത്തിൽ പട്ടുപോകാനിടയായി തീർന്നു. ഈ പട്ടുപോകാതെ ഈ പോർക്കളത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നാം ആദ്യം വായിച്ച റോമാലേഖനത്തിൽ വായിച്ചതുപോലെ നമ്മുടെ ജീവിതം വിശുദ്ധിയോടെ, വേർപാടോടെ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ പോർക്കളത്തിൽ നമുക്ക് നേരെ നിൽപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ഈ പോർക്കളത്തിൽ നിൽക്കുന്ന നമ്മൾക്ക് ഓരോരുത്തരും ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ക്രമീകരിച്ച് നാം നിന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടും ഈ ലോകത്തിന്റെ അധിപതിയോടും നമുക്ക് പോരാടി ജയിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. പോരാടി ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് വേണ്ടി, ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് ഒരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഴയ നിയമഭക്തന്മാർ പോരാടി ജയിച്ച അനേക ചരിത്രം നമുക്ക് കാണുവാനായി സാധിക്കും. ദാവീദിന്റെ ജീവിതത്തിൽ പോരാട്ടം ഉണ്ടായിരുന്നു. അവന്റെ കാട്ടിൽ നിന്ന് അവനെ ശമൂവേൽ വിളിച്ച് അഭിഷേക തൈലം അവന്റെ മേൽ വീണത് മുതൽ അവന് പോരാട്ടം അവന്റെ ജീവിതത്തിൽ ആരംഭിക്കാനിടയായി തീർന്നു. യോസേഫ് കണ്ട ദർശനം അത് അവന്റെ ജീവിതത്തിലേക്ക് അനേക പോരാട്ടങ്ങൾ, അനേക ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അവനെ കടത്തിവിടുവാനിടയായി തീർന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അവന്റെ ജീവിതത്തിലെ നല്ലൊരു സ്ഥാനത്ത് നിന്നിരുന്ന പൗലോസ് അവന്റെ ജീവിതത്തിൽ അനവധി കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പോരാട്ടങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാനിടയായി തീർന്നു. പൗലോസിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് അവന് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് അവന്റെ ജീവൻ മുന്നോട്ട് പോയി എന്ന് കാണുവാനായി സാധിക്കും. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എന്റെ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ജീവിതത്തിലെ പൗലോസിന്റെ ജീവിതത്തിലേക്ക് മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ ഭദ്രതയുടെ അത്യുന്നത കോടിയിൽ നിന്ന് പൗലോസ് അവന്റെ ജീവിതത്തിന്റെ അവസാനം ഒന്നുമില്ലാതെ അവന്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, ആ തണുപ്പ് കാലം ആരംഭിക്കുകയാണ്, ആ പുതപ്പ് കൂടി കൊണ്ടുവരണേ എന്ന് പറയുന്ന, യാചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പൗലോസിന്റെ ജീവിതം കടന്നുപോയെങ്കിൽ തന്നെയും പൗലോസ് വീറോടെ നിൽക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം, ജീവന്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യം പ്രാപിപ്പാൻ പൗലോസ് കഴിയുവാനിടയായി തീർന്നു. ഈ ക്രിസ്തീയ ജീവിതം അത് സമ്പൂർണ്ണമായ, അത് പോരാട്ടത്തിന്റെ ജീവിതമാണ്. ഈ ക്രിസ്തീയ ജീവിതം സമ്പൂർണ്ണമായ സന്തോഷത്തിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടമുണ്ട്, പ്രയാസമുണ്ട്. നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരെ ക്രിസ്തുവിനെ ആശ്രയിച്ച് നാം മുന്നേറുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതം അത് സന്തോഷത്തിന്റെ ജീവിതമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നമുക്ക് എവിടെയാ സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്? ഈ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇറങ്ങി തിരിച്ച നമുക്ക് മാനുഷികമായ അല്ലെങ്കിൽ ഇവിടെയുള്ള യാതൊന്നിനും നമുക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിയത്തില്ല. ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ച നമുക്ക് ഇവിടുത്തെ പബ്ബിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമുക്ക് എവിടെ സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്? കർത്താവിനെ നമുക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതെ,
ഈ കർത്താവിൽ സന്തോഷിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ഇതാ ക്രിസ്തീയ ജീവിതം, ഇത് സന്തോഷത്തിന്റെ ജീവിതമാണ്. നാം ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ തയ്യാറായി കഴിയുമ്പോൾ മറ്റുള്ള പ്രയാസങ്ങളോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും നമ്മളെ അലട്ടത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ട്. പക്ഷേ നാം ക്രിസ്തുവിൽ സന്തോഷിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരുപക്ഷെ വൈകിട്ടത്തെ അരി ഒരുപക്ഷെ നമ്മുടെ കലത്തിൽ ഇല്ലെന്ന് വന്നേക്കാം. അടുത്ത ദിവസത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക നന്മ നമ്മുടെ കലകളിൽ ഇല്ലെന്ന് വന്നേക്കാം. എന്നാൽ കർത്താവിൽ നാം സന്തോഷിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തില് നമുക്ക് പ്രത്യാശ നൽകുന്ന, ഹോപ്പ് നൽകുന്ന ഒന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ഈ ജീവിതം ഇത് പ്രത്യാശയുടെ ജീവിതമാണ്. റോമലേഖനം 5-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. റോമലേഖനം 5-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഈ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് പ്രത്യാശ നൽകുന്ന ഒരു ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്. പക്ഷേ ഇത് പറയുന്നത് ഒരു പ്രത്യാശ നൽകുന്ന ഒരു ജീവിതമാണ്. ഒരിക്കലും ഞാൻ കഥകൾ പാരടിയായിത്തീരുന്നു. ഒരിക്കലും ഒരു കർത്താവിന്റെ ദാസൻ ഒരു മാതാവിനെ വിസിറ്റ് ചെയ്യാനായിട്ട് കടന്നുപോയി. ആ കടന്നുപോയ സമയത്ത് ആ മാതാവ് പറഞ്ഞു, ദൈവത്തിന്റെ ദാസനെ, എന്റെ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയുമില്ല, എന്റെ ജീവിതത്തിൽ നിരാശയാണ് എന്ന് പറയാനിടയായിത്തീർന്നു. കർത്താവിന്റെ ദാസൻ വിശേഷങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഇറങ്ങാൻ നേരത്തെ പ്രാർത്ഥിച്ചു. ഓക്കെ അമ്മച്ചി, ആട്ടമ്മച്ചി, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ കർത്താവദാസൻ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. കർത്താവദാസൻ പ്രകാരം അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ കഷ്ടത കൊടുക്കണേ. കർത്താവദാസൻ പ്രാർത്ഥിച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാം അവസാനിച്ച് ആമേൻ പറയും. ഈ അമ്മച്ചി ഒറ്റ ആട്ടം കണ്ടി കണക്ക് ഓർത്തു പറഞ്ഞു. കർത്താവദാസൻ ആവശ്യനായി എന്തുവാ അമ്മച്ചിയല്ല പറഞ്ഞ പ്രത്യാശ വേണം ജീവിതത്തിൽ നിന്ന്. അതെ, പ്രത്യാശ വേണം. അതാ ഞാൻ പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ച കഷ്ടതയ്ക്ക് വേണ്ടിയല്ലേ അമ്മച്ചി. റോമാലേഖനത്തിൽ വായിച്ചു നോക്ക്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഒരിക്കലും കഷ്ടതയിലൂടെ കടന്നു പോകാത്ത ഒരു വ്യക്തിക്ക് സിദ്ധത പ്രാപിപ്പാനായിട്ട് കഴിയത്തില്ല. സിദ്ധതയിലൂടെ കടന്നു പോകുന്ന കഷ്ടത സിദ്ധതയെയും ശിക്ഷണ സഹിഷ്ണുതയും. കഷ്ടത നമ്മളെ സഹിഷ്ണുതയിലേക്ക് നയിക്കുന്നതാണ്. ആ സഹിഷ്ണുത നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു പ്രത്യാശ പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിനകത്ത് പ്രത്യാശ നൽകി തരുന്ന ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഹോപ്പ് ഉണ്ട്. എന്നാൽ നമ്മുടെ ഹോപ്പ് നമ്മുടെ പ്രാണപ്രിയ വരുമ്പോൾ നമ്മൾ ആ പ്രാണപ്രിയനോട് ചേർന്ന് നമ്മൾ പോകുവാനുള്ളവരാ. ആ പ്രാണപ്രിയനോട് ചേർന്ന് നമ്മുടെ യുഗായുഗം ജീവിപ്പാനുള്ളതാ. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതം എങ്ങനെയുള്ളതാണ്? ഈ ക്രിസ്തീയ ജീവിതം സമ്പൂർണ്ണമായ ഒരു സമർപ്പണത്തിന്റെ ജീവിതമാണ്. ഈ ക്രിസ്തീയ ജീവിതം സമ്പൂർണ്ണ ആശ്രയത്തിന്റെ ജീവിതമാണ്. നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചത് മുഖാന്തരമായിട്ട് പിന്നെ അതെല്ലാം സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്നെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നാം എപ്പോഴും ദൈവത്തെ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകാനായിട്ട് ഇടയാക്കിയാണ്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, എന്താ പറയുന്നത്, ദൈവസന്നിധിയിൽ നാം പലപ്പോഴും കടന്നു വരുന്നത് എങ്ങനെയാ? വീക്കിലിയാ കടന്നു ആഴ്ചയിലാ കടന്നു വരുന്നത്. നമ്മുടെ റേഷൻ എങ്ങനെയാ? അത് മന്ത്ലിയാ. റേഷൻ മന്ത്ലിയാ. സാലറി ഒക്കെ നമുക്ക് മന്ത്ലിയാ കിട്ടുന്നത്. നാം ദൈവസ്ഥാനത്തിൽ കടന്നു വരുന്നത് വീക്കിലിയാ. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഡെയിലി കാണാനായിട്ടാണ്. ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്ത ചരിത്രം നമുക്കറിയാം. മന്ന അന്നേക്കുള്ളത് പറക്കാൻ അവർക്ക് കൊടുത്തത്. കാരണം എന്നറിയോ? ദൈവസന്നിധിയിൽ അന്നുള്ളത് പറക്കി എടുക്കണം. ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായ ഒരു ആശ്രയത്തിന്റെ ജീവിതമാണ്. മന്നയുടെ ചരിത്രം നമുക്കറിയാം. അന്നേക്കുള്ളത് അവർക്ക് പെറുക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് അവർക്ക് ശേഖരിച്ചു വയ്ക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എന്തെന്നറിയാമോ? അവരെന്തും ദൈവസന്നിധിയിൽ കാണണമെന്നുള്ള, ദൈവസന്നിധി പ്രാപിക്കണമെന്നുള്ള ഉദ്ദേശം നമുക്ക് അതിനകത്ത് കാണുവാനായി സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം സമ്പൂർണ്ണമായ ആശ്രയത്തിന്റെ ജീവിതമാണ്. നമ്മുടെ സ്വന്തം വിവേകത്തിലൂന്നാതെ, നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് അനുസരിച്ച് മുന്നേറാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. ഈ സമ്പൂർണ്ണ ജീവിതം ആശ്രയത്തിന്റെ ജീവിതമാണ്. ഇത് പോരാട്ടത്തിന്റെ ജീവിതമാണ്. ഇതൊരിക്കലും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകത്തില്ല. നമുക്ക് പോരാട്ടമുണ്ട്. ഈ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും നാം പോരാടി ജയിക്കണം. പോരാടി ജയിക്കാൻ ആവശ്യമായ സർവായുധ വർഗ്ഗം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിട്ടുണ്ട്. പ്രാർത്ഥനയും ഉപവാസവും അഭിഷേകത്തിന്റെ ശക്തി നാം നിർത്തുമെങ്കിൽ ഒരു ദുഷ്ടാത്മസേനയ്ക്ക് നമ്മളെ തകർപ്പാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ഭാവിക്കെതിരെ ഉയർന്നു വരുന്ന പോരുകൾ, നമ്മുടെ ഉന്നമനത്തിനെതിരായിട്ട് വരുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉന്നമനത്തിനെതിരെ വരുന്ന സകല പോരുകളും പൊട്ടിച്ചെറിയുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സർവായുധ വർഗ്ഗങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് മുന്നേറാം. ഈ ക്രിസ്തീയ ജീവിതം അത് സന്തോഷപൂർണ്ണമായ ജീവിതമാണ്. ഇതിനകത്ത് സന്തോഷമില്ലെങ്കിൽ, എന്നും കഷ്ടതയാണെങ്കിൽ, എന്നും പോരാട്ടമാണെങ്കിൽ ആരാ ഇതിനകത്ത് നിൽക്കുവാനായിട്ട് കഴിയുക? ആർക്ക് നിൽക്കാനായിട്ട് കഴിയത്തില്ല. ഈ ക്രിസ്തീയ ജീവിതം അത് സന്തോഷപൂർണ്ണമായ ജീവിതമാണ്. ഈ ക്രിസ്തീയ ജീവിതം പ്രത്യാശ നൽകുന്ന ജീവിതമാണ്. നമുക്കൊരു പ്രത്യാശ ഉണ്ട്. നമ്മുടെ പ്രാണപ്രിയനോട് കൂടി നമുക്ക് പോകാം. ആ പ്രാണപ്രിയ പൊന്മുഖൻ നമുക്കൊന്ന് കാണാം. ഈ കഷ്ടത, ഈ
ഈ ജനത്തിന്റെ കഷ്ടത, ഈ വേദന, മറ്റുള്ളവരുടെ നിന്ന, പരിഹാസങ്ങൾ, ഇതൊക്കെ നാം അനുഭവിക്കുമ്പോഴും നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രാണപ്രിയൻ താമസമില്ല കടന്നു വരും. അവന്റെ മഹത്വ പ്രത്യക്ഷത വേഗങ്ങളിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ആ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ആ തേജസ്സിലേക്ക് വെളിപ്പെടുമ്പോൾ നമ്മള് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ ദൈവത്തോട് കൂടി ചേരുന്ന അസുദിനം നമുക്ക് ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ഈ ക്രിസ്ത്യ ജീവിതം ഇത് ഇങ്ങനെയുള്ള ജീവിതമാണ്. ഇങ്ങനെ കഷ്ടതയും പ്രയാസവും വേദനയും ആശ്രയമായ ജീവിതമാണ് ഈ ക്രിസ്ത്യ ജീവിതം. അങ്ങനെയെങ്കിൽ നമുക്ക് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.